ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട്, പയ്യാമ്പലം ബീച്ച് എന്നിവ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അറക്കൽ രാജവംശത്തിൻ്റെ മ്യൂസിയം. ഈ കാണുന്നത് കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലാണ്. ഇത് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് റെക്കോർഡ്സിൻ്റെ ഓഫീസാണ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലാണിത്. 300 വർഷം മുമ്പ് അറക്കൽ രാജവംശം സ്ഥാപിച്ച മൊയ്തീൻ പള്ളിയാണിത്. കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറക്കൽ രാജവംശം. അറക്കൽ മ്യൂസിയം ബിൽഡിംഗ് ആണിത്. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ 90 ലക്ഷം രൂപയുടെ റിനോവേഷൻ വർക്കിന് ശേഷം 2005 മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. അറക്കൽ റോയൽ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഈ മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ റിസപ്ഷൻ ഏരിയയാണിത്. അറക്കൽ കൊട്ടാരത്തിൻ്റെ ദർബാർ ഹാളിൻ്റെ ഒരു ഭാഗം മ്യൂസിയമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ അറക്കൽ രാജകുടുംബത്തിൻ്റെ ചരിത്രം ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. അറക്കൽ രാജവംശ പരമ്പരയുടെ ചാർട്ടാണിത്. അറക്കൽ കൊട്ടാരത്തിൻ്റെ ഒരു ഛായാചിത്രം ഇവിടെ കാണാം. രാജവംശം ഉപയോഗിച്ചിരുന്ന ചെറിയ ചെപ്പും ഗ്ലാസുമാണ് ഈ അലമാരയിൽ. 2 നിലകളിലായിട്ടാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. അറക്കൽ രാജവംശത്തിൻ്റെ കൈവശമുള്ള വിവിധ പൈതൃക വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ. മരുമക്കത്തായം സമ്പ്രദായമായിരുന്നു രാജവംശം പിന്തുടർന്നിരുന്നത്. അക്കാലത്തെ ചരിത്രരേഖകളുടെ ഒരു കോപ്പിയാണിത്. കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി അറക്കൽ ബീവിക്ക് അറബിയിൽ അയച്ച കത്തും അതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനും ആണിത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുവാദത്തോടെ മാർക്കറ്റ് കെട്ടിടം പണിയുന്നതിന് സുൽത്താൻ തോപ്പിൽ മരിയമ്മ ബീബി അനുവാദം നൽകിയ ഉത്തരവാണിത്. രാജവംശം ഉപയോഗിച്ച മരത്തിൽ നിർമ്മിച്ച പലതരത്തിലുള്ള ഫർണിച്ചറുകൾ നമുക്കിവിടെ കാണാം. രാജവംശത്തിലെ പല അംഗങ്ങളുടെ ഫോട്ടോകൾ നമുക്കിവിടെ കാണാം. പലതരത്തിലുള്ള ഛായാചിത്രങ്ങളും ഇവിടെയുണ്ട്. കൊട്ടാരത്തിൻ്റെ പ്രൗഢിയെ ഓർമ്മിപ്പിക്കുന്ന വളരെ വലിയ ജനാല, പല വലുപ്പത്തിലുള്ള പത്തായ പെട്ടികൾ, രാജവംശം ഉപയോഗിച്ച വെള്ളി പൂശിയ വാളുകളാണിത്. മോയിൻകുട്ടി ഇളയത് 1890 രചിച്ച വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്തു പ്രതിയാണിത്. പലതരത്തിലുള്ള വാളുകളും തുകൽ കൊണ്ടുള്ള പരിചയമാണിത്. കട്ടാരകൾ, തുകൽ കൊണ്ടുള്ള അരപ്പട്ട തുടങ്ങിയവയും നമുക്കിവിടെ കാണാം. വെള്ളി കൊണ്ട് നിർമ്മിച്ചവയാണ് ഈ കാണുന്ന ജഗ്ഗുകളും മറ്റും. ഈ കാണുന്ന ചെപ്പ്, താലം, കപ്പ്, പോഞ്ചി, മെഴുകുതിരി വിളക്ക് എന്നിവയെല്ലാം വെള്ളിയിൽ നിർമ്മിച്ചവയാണ്. പല നിറത്തിലുള്ള സ്ഫടിക പാത്രങ്ങളും സെറാമിക് പാത്രങ്ങളുമാണിത്. ചെമ്പ് കൊണ്ട് നിർമ്മിച്ച പലതരത്തിലുള്ള പാത്രങ്ങളാണിത്. അങ്ങനെ രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന നിരവധി സാധനങ്ങൾ ഇവിടെയുണ്ട്. തമ്പുരാട്ടി വിളക്ക് എന്നറിയപ്പെടുന്ന വിളക്ക്, ചിലങ്ക, മെഴുകുതിരി സ്റ്റാൻഡ്, ചീനി എന്നറിയപ്പെടുന്ന സംഗീതോപകരണം എന്നിവയെല്ലാം നമുക്കിവിടെ കാണാം. പഴയകാല ദൂരദർശിനി, ടെലിഫോൺ എന്നിവയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഹെൻറിക് വാൻഡ്രിഡിൻ്റെ ഛായാചിത്രമാണിത്. കേരളത്തിലെ ഔഷധ സമ്പത്തിനെക്കുറിച്ച് 12 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച
പോർത്തൂസ് മലബാറിക്കസ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തത് വാൻഡ്രിഡ് ആയിരുന്നു. ഇങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഫോട്ടോ പ്രദർശനം ഇവിടെയുണ്ട്. അറക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ പോകുന്നത് മാടായി പാറയിലേക്കാണ്. അതിനായി പഴയങ്ങാടിക്കുള്ള ബസ് കയറി. ഞാനിപ്പോൾ മാടായി പാറ എന്ന സ്ഥലത്താണ്. പഴയങ്ങാടിയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. കണ്ണൂരിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരമുണ്ട്. 700 ഏക്കറോളം വരുന്ന പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് മാടായിപ്പാറ. മാടായിപ്പാറയിലുള്ള ശ്രീ വടകുന്ത ശിവക്ഷേത്രമാണ് നമ്മളീ കാണുന്നത്. അതിനടുത്ത് തന്നെയായി ഒരു കുളവുമുണ്ട്. കടുത്ത വേനലിലും ഇതിലെ ജലം വറ്റില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡായി മാടായിക്കാവ് എന്നൊരു ക്ഷേത്രം കൂടെയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ പഴയങ്ങാടി റിവറും അറബിക്കടലും നമുക്ക് കാണാം. സായാഹ്നങ്ങളിൽ ഫാമിലിയോടൊത്ത് സമയം ചെലവഴിക്കാൻ ഒട്ടേറെ പേർ ഇവിടെ എത്താറുണ്ട്. മാടായി പാറ എന്നാണ് പേരെങ്കിലും നമുക്ക് നല്ല കട്ടിയേറിയ വെട്ടുകല്ലാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.